നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മീനാക്ഷിയും മിത്രയും കൂടെ ശ്രീദേവിയെ ചോദ്യം ചെയ്യണം. ശ്രീദേവി എടുത്ത് എന്തിനാ സങ്കടപ്പെടുന്നത്? ശ്രീദേവി എടുത്ത് കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. അത് മാത്രല്ല ആനന്ദേണ്ണുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ ശ്രീദേവി അതൊക്കെ നിഷേധിക്കുകയോ ചെയ്തേ. ശ്രീദേവി പറഞ്ഞു, ഞാനും ആനന്ദേണ്ണും തമ്മിൽ ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ ശ്രീദേവി എടുത്തിയുടെ കണ്ണ് നിറഞ്ഞു വന്നതെന്ന് മിത്ര ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനും ആനന്ദേണ്ണും ഇങ്ങനെ ഇരിക്കണ സമയത്ത് ആനന്ദേണ്ണൻ എന്നോട് ഒരു കഥ പറഞ്ഞു. മീനാക്ഷി എടുത്ത വായിക്ക് ചോദിച്ചു, ഏത് കഥ? ഇതിന് മാത്രം സങ്കടപ്പെടാൻ മാത്രം ഏത് കഥയാ പറഞ്ഞു തന്നേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ശ്രീദേവി പെട്ടുപോയി. എന്താ ഇപ്പൊ പറയുന്നേ? എന്താ ദേവിയടുത്ത് ഒന്നും മിണ്ടാത്തതെന്ന് മിത്ര ചോദിച്ചു. അത് കഥയെന്ന് പറഞ്ഞാല് കഥ ഏതാ? ശ്രീദേവി അടുത്തേക്ക് അറിയില്ലേന്ന് മീനാക്ഷി ചോദിച്ചു. അത് ആ ഭൂതത്തിന്റെ ഉണ്ണിയുടെയും കഥയില്ലേ, ആ കഥയാന്ന് പറഞ്ഞു. ആ കഥ? അതെ. ഭൂതത്തിനാണോ അതോ ആ ഉണ്ണിയുടെ അമ്മയ്ക്കാണോ ഉണ്ണിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, ഈ ആനന്ദേണ്ട ഒരു കാര്യം പറഞ്ഞാല് ആനന്ദേണ്ട ഈ സമയത്താണ് ഇതുപോലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണേ. ശ്രീദേവിയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു വന്നു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ദേവിയെടുത്തി സങ്കടപ്പെടല്ലേ, എന്തിനാ സങ്കടപ്പെടുന്നേ, കരയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. എന്നാലും എന്റെ കുഞ്ഞിനെ ദൈവം നേരത്തെ കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അതുകൂടെ കേട്ടിച്ചപ്പോ മിത്രയ്ക്ക് സങ്കടമായി. അങ്ങനെ 3 പേരും കെട്ടിപ്പിടിച്ചെന്ന് കരയാണ്. ആ സമയത്ത് ഉദയഭാനു കഴിക്കാൻ കടയിലേക്ക് ചായക്കടയിൽ ചെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയഭാനിന് കഴിക്കാൻ പറ്റുന്നില്ല. ഉദയഭാനു ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. തന്റെ മോളുടെ ജീവിതം തകർന്നു പോവോ എന്നൊരു ചിന്ത. കടക്കാരൻ ചോദിച്ചു, എന്താ ഉദയേട്ട എന്താ കഴിക്കാത്തേന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. എന്താ ഇഡ്ഡലി എന്തെങ്കിലും പാഴ്സൽ വേണോ? ഏയ് വേണ്ട. പിന്നെ എന്ത് പറ്റി? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ല, ചേച്ചി വീട്ടിലില്ലേന്ന് ചോദിച്ചു. ഇല്ല, വീട്ടിലില്ല. ആ, വെറുതെ അല്ല, അങ്ങനെ വരട്ടെ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. എടാ, അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്താ കാര്യം? ദേ, നീ മിണ്ടാതിരിക്കുക, നീ നിന്റെ പണി എന്താന്ന് വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞു. ഓ, ആയിക്കോട്ടെ. എന്താ ഉദയേട്ടൻ കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണെന്ന് ചോദിച്ചു. ഓ, എനിക്കെങ്ങും വേണ്ടാന്ന് പറഞ്ഞു. അതെ, പോകണൊരു കാര്യം ചെയ്യണം. ഒരു 750 രൂപ പറ്റുണ്ട്, അത് തന്നിട്ട് പോണെന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും ഇത് മാത്രമുള്ളല്ലോ. ഉദയഭാനിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും കടക്കാരൻ പറഞ്ഞു, എന്താ വീണ്ടും ഒരു മൗനം? പഴയതുപോലെ കാര്യങ്ങളൊന്നും ഏൽക്കുന്നില്ലേ? ആൾക്കാരെ പറ്റിക്കാൻ പറ്റാത്തതിന്റെ വിഷമമാണെന്ന് ചോദിച്ചു. ഉദയഭാനൊന്നും മിണ്ടിയില്ല. ഉദയഭാനിന്റെ മനസ്സിൽ ആനന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. തന്റെ മോളെ ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന്. അവനെങ്ങാനും തന്റെ മോളെ ഉപേക്ഷിക്കുവോ, അങ്ങനെ വന്ന എന്ത് ചെയ്യണമെന്ന് പോലും ഉദയഭാനിനെ അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയെ കഴിഞ്ഞപ്പോ ആനന്ദിനെ മുറി കാണാതെ വന്നു കഴിഞ്ഞപ്പോ ശ്രീദേവി കഥ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ആ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. സിറ്റ് ഔട്ടിൽ വന്ന് കിടക്കുവാണ് ആനന്ദ്. അത് കണ്ടപ്പോൾ ദേവിക്ക് സഹിച്ചില്ല. ദേവി എന്ത് ചെയ്തു? ആനന്ദേനെ വിളിക്കുവാണ്. ആനന്ദേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ചാടി എഴുന്നിട്ട്, എന്താടി നിനക്ക് വേണ്ടേ? ആനന്ദേണ്ട എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? അകത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു. ഓഹോ, അകത്തെന്നെ കൊണ്ട കിടത്താൻ നിനക്ക് ധൃതിയായില്ലേ? നീയും നിന്റെ അച്ഛനും ചേർന്ന് നടത്തിയ ചതികളൊക്കെ അത്ര പെട്ടെന്ന് മറന്നിട്ട് നിന്നോടൊപ്പം ചേർന്ന് കിടക്കാന്നാണ് നീ വിചാരിച്ചിരിക്കുന്നേ? ആനന്ദേട്ടാ, അത് പിന്നെ എടി, നീ എന്റെ കുഞ്ഞിനെ കൊണ്ട് കൊന്നു കളഞ്ഞില്ലേ? അങ്ങനെ പറയരുത് ആനന്ദേട്ടാ, ഞാൻ നല്ല വണ്ണമാണ് കുഞ്ഞിനെ നോക്കിയെന്ന് പറഞ്ഞു. പിന്നെ നോക്കി പോലും നിന്റെ നോട്ടക്കൂടൽ കൊണ്ടാണല്ലോ എന്റെ കുഞ്ഞു പോയത്. അതൊരിക്കലും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ലടി. എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയേക്കില്ലെന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ഒരു കാര്യം ചെയ്യാം, എങ്കിൽ ആനന്ദേട്ടൻ മുറി പോയി കിടന്നു, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് വേണം അതാരെങ്കിലും കണ്ടിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അത് മാത്രമല്ല നിന്നെ ഞാൻ പുറത്ത് കിടത്തിയെന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതല്ലേ നിന്റെ ഉദ്ദേശം? ആ മനസ്സിലിരിപ്പ് അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. പറഞ്ഞു കേട്ടല്ലോ, എന്റെ അടുത്ത് കൂടുതൽ അഭിനയൊന്നും വേണ്ടേ. ഇതിലപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്താന്നോ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആ ചതിയനായ അച്ഛന്റെ മോളല്ലേ നീ എന്നെ ചതിച്ചല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് അവള് വലിയ വർത്താനം പറഞ്ഞ് വന്നിരിക്കുന്നു. പോയി കിടക്കണേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ശ്രീദേവി കരഞ്ഞോണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ആനന്ദ് സിറ്റോടി കിടക്കുന്നുണ്ടു. ബാലിന് ഭയങ്കര സങ്കടമായിപ്പോയി. ആ കാഴ്ച കണ്ടിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുറി ചെന്നിട്ട് ബാലിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഗോമതി കണ്ണു തുറന്ന് നോക്കുമ്പോ ബാലൻ മുറിയിൽ കൂടെ നടക്കുന്നു. എന്താ ബാലേട്ട, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഗോമതി, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. എന്ത് തീരുമാനം? അതൊക്കെ ഉണ്ട്, നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലന് മുറിയിൽ ഇരുന്ന് ആലോചിക്കുവാണ് എന്ത് ചെയ്യണമെന്ന്. കാരണം ആനന്ദിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവണം. ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് പഴയതുപോലെ ആനന്ദിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നൊക്കെ ബാലൻ മനസ്സ് വിചാരിക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുവാണ്. ആ സമയത്ത് അനുവിനെ വിളിച്ചോണ്ട് മീനാക്ഷി വന്നിട്ട് അനുവിനോട് ഇരിക്കാൻ പറയണം. അനു ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും മിത്രോട്, നീ എന്താ അനു നോക്കി നിൽക്കണം, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ
അനു അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ബാലൻ എല്ലാരെയും ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു, അതെ, ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞു ഈ കുടുംബത്തില്. മാറ്റങ്ങൾ വരുത്താനാ? അളിയൻ എന്താ ഉദ്ദേശിക്കണേന്ന് ധർമ്മൻ ചോദിച്ചു. അല്ല, ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എവിടുന്ന് മാറ്റം വരാനായിട്ട്? ജോലി, വീട്, വീട്, ജോലി, ഇത് തന്നെ റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു മാറ്റമൊക്കെ വരണം. ആകാശ് പറഞ്ഞു, പിന്നെ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി, ഈ കുടുംബത്തിലല്ലേന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് കാണാന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഒരു യാത്ര പോകാനായിട്ട്, എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആരും ചോദിച്ചു, സത്യമാണോ അച്ഛൻ പറയണമെന്ന് ചോദിച്ചു. പിന്നെ ഒരു യാത്ര പോയിട്ട് വന്നാൽ തീരാവുന്നുള്ളൂ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എല്ലാവരുടെയും മൈൻഡ് ഒന്ന് ഫ്രീ ആവണം, ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം ചോദിച്ചു, എങ്ങോട്ടാ അളിയെ പോണേന്ന് ചോദിച്ചു. എങ്ങോട്ടാന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, സിംഗപ്പൂർക്ക് പോയാലോ? അത് വേണ്ട, അത്രയ്ക്ക് ദൂരെയൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അത് ഇച്ചിരി കുറച്ച് ദൂരമല്ലേ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് റോമിൽ പോയാലോ എന്ന് ചോദിച്ചു. അത് ധർമ്മം പറഞ്ഞു, അത് ശരിയാ, റോമെങ്കിൽ റോം, അത് മതി. ആരും പറഞ്ഞു, ഈ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് പറയടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, എങ്കിൽ ഗോവയ്ക്ക് പോവാം, ഗോവ നല്ല സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ധർമ്മനും ആര്യനും ഒക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, ഗോവയോ? ഗോവയ്ക്ക് എന്തിനാ പോണേ? അവിടെ എന്ത് കാണാനായിട്ടാ? ഇപ്പൊ ഗോവയ്ക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഇടം കൊണ്ടിടാനായിട്ട് വന്നിരിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കേണ്ട ചേച്ചി. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ശരിയാ, എന്നാ പിന്നെ ഗോവയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു. നശിപ്പിച്ചു ഈ ചേച്ചി കാരണം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ലച്ചാ, അച്ഛൻ പിന്നെ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. അല്ല എടാ, അത്ര ദൂരെ അല്ലാതെ കുറച്ചുകൂടി അടുത്തുള്ളൊരു സ്ഥലമേ. ഈ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ? അതെ, കേരളത്തിനകത്തുള്ള സ്ഥലം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാസർഗോഡ് ബേക്കൽ കോട്ട കാണാൻ അങ്ങോട്ട് പോയാലെന്ന് ചോദിച്ചു. എടാ, അത് കുറച്ച് ദൂരെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ആളെയും ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? മിക്കവാറും ഇതേ ഈ പരിസരം ഇവിടെ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇവിടെ പോയിട്ട് വരുന്ന കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആകാശവും ആര്യനും എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ആ സമയം ബാലൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലം കണ്ടുപിടിച്ചു പറയാൻ പറ്റിയില്ലോ, അപ്പം എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? ഞാനൊരു സ്ഥലം പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, നമുക്ക് കന്യാകുമാരിക്ക് പോയാലെന്ന് ചോദിച്ചു. അത് കൊള്ളാം, നല്ല സ്ഥലമാണ്. മീനാക്ഷി പറഞ്ഞു, കന്യാകുമാരി ചെല്ലുവാണെങ്കിൽ കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്, അവിടെ നല്ല ഭംഗിയുണ്ട്, അവിടേക്ക് പോകാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, എനിക്കും ഇഷ്ടം അവിടെ പോയി കാണാനായിട്ട്. അതിന് നിങ്ങൾ എങ്ങോട്ട് പോന്നു? അല്ല, ഇവര് പോകുന്നോടെ? അതെ, നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, മിത്രയ്ക്കും അനുവിനും ക്ലാസ് ഉണ്ട്, അവർക്ക് കോളേജിൽ പോകണ്ടേ. പിന്നെ മീനാക്ഷിക്ക് ഓഫീസിൽ പോകണ്ടല്ലോ എന്ന് ചോദിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം. അത് കേട്ടപ്പോൾ ആര്യനും ആകാശമൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അവർക്ക് സന്തോഷമായി, ഇവരൊക്കെ വീട്ടിൽ ഇരിക്കട്ടെ, തങ്ങൾ പോയി അടിച്ചു പൊളിക്കാന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അത് ശരിയാ, ഇവരിപ്പോ തൽക്കാലത്തേക്ക് ഒരിടത്തും പോകുന്നില്ല, നിങ്ങൾ വീട്ടിലിരുന്നാ മതി, അതുകൊണ്ടേ തൽക്കാലം നിങ്ങൾ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു. ബാലൻ ചോദിച്ചു, ഞങ്ങളോ? അതിന് ഗോമതി, നീ സുകന്യം വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്നില്ലേ? അതെ, നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, ഇവര് തനിച്ച് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇവരില്ല, ധർമ്മനും ആകാശവും ആര്യനും ആനന്ദും കൂടെ എല്ലാം പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ ചിരിപൊട്ടി. ഗോമതി ഭയങ്കര സന്തോഷിച്ചിരുന്ന പോയിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ട്. ആ സമയം ബാലൻ പറഞ്ഞു, ഇവര് പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ, എന്നാലും 1-2 ദിവസം പോയി നല്ല അടിപൊളിയായിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു, ഓഹോ, അപ്പം ഞങ്ങൾക്ക് എൻജോയ്മെന്റ് ഒന്നും വേണ്ട അല്ലേന്ന് ചോദിച്ചു. നിങ്ങൾ വീട്ടിൽ ഇരിക്കുക, നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നീടൊരു വലിയ യാത്ര പോകാന്നൊക്കെ പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം അളയാ, എനിക്കത് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഞാൻ ഒരിടത്തേക്കും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലാന്നോ? അതെ, ഞാൻ ഒരിടത്തേക്കും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഒരാൾ പോകുന്നില്ലേ പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേരെ, പോവണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യനും ആകാശം ചാടി എഴുന്നേറ്റു. ആനന്ദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ടാ, ആകെ പടൊരു അവസരം കിട്ടിയിരിക്കുന്ന പുറത്തു പോകാനായിട്ട്, നശിപ്പിക്കരുത്, ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ വല്ല കാലത്തും അച്ഛനെ ഇങ്ങനെ വിടത്തുള്ളൂ. ആനന്ദിന് മനസ്സിലായി അവരുടെ വിഷമം എന്താന്ന്. ഒടുവിൽ ആനന്ദ് സമ്മതിക്കുകയാണ്. ശരി, ഞാൻ വരാന്ന് പറഞ്ഞു. ബാലനറിയായിരുന്നു ആനന്ദ് സമ്മതിക്കും എന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിയുകയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്ത് ചെയ്തു, ആനന്ദിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ മടക്കി വെക്കുവാണ്. ഈ സമയത്ത് ആനന്ദ് വന്നിട്ട് ചോദിച്ചു, എന്താടി നീ ഇതെന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അല്ല ആനന്ദേട്ടാ, ഡ്രസ്സ് നിന്നോട് ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ മടക്കി വെക്കാനായിട്ട്, ഞാൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? നീ എൻ്റെ ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ല. അല്ല ആനന്ദേട്ടാ, ആനന്ദേട്ടനൊക്കെ ട്രിപ്പ് പോവല്ലേ നാളെ, അതുകൊണ്ട്. അതെ, ട്രിപ്പ് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം,
നിന്റെ അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴത്തേനും നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിയെ ഭീഷണിപ്പെടുത്തുവാണ്. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ശ്രീദേവിക്ക് മനസ്സിലായി തനിക്കിനി അധിക ദിവസം ഇവിടെ ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.